മുട്ട കഴിക്കുന്നത് ക്യാൻസറിന് കാരണമാകുമെന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്ന് ആരോഗ്യ വിദഗ്ധർ. മുട്ടയിൽ ആന്റിബയോട്ടിക്കുകളുടെ, പ്രത്യേകിച്ച് നൈട്രോഫുറാൻ പോലുള്ള ആന്റിബയോട്ടിക്കുകളുടെ നേരിയ അംശങ്ങൾ കാണപ്പെടുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നുള്ള പ്രചാരണങ്ങൾ അനാവശ്യ ഭീതി സൃഷ്ടിക്കുന്നതാണെന്നും എന്നാൽ ഇതിന് ശാസ്ത്രീയമായ അടിത്തറയില്ലെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. കോഴി വളർത്തലിൽ നൈട്രോഫ്യൂറാൻ പോലുള്ള ആന്റി മൈക്രോബിയൽ മരുന്നുകളുടെ ഉപയോഗം ഇന്ത്യ ഉൾപ്പെടെ പല രാജ്യങ്ങളിലും നിരോധിച്ചിട്ടുണ്ട്. ലബോറട്ടറിയിൽ എലികളിൽ നടത്തിയ പരീക്ഷണത്തിൽ ഈ മരുന്ന് വളരെ ഉയർന്ന അളവിൽ ദീർഘകാലം നൽകിയപ്പോൾ ക്യാൻസറിന് സാധ്യതയുണ്ടെന്ന് കണ്ടെത്തിയിരുന്നു. എന്നാൽ ഭക്ഷണത്തിൽ വളരെ ചെറിയ അളവിൽ മാത്രം കാണപ്പെടുന്ന നൈട്രോഫ്യൂറാൻ പോലുള്ള ആന്റി മൈക്രോബിയൽ മരുന്നിന്റെ അംശങ്ങൾ ക്യാൻസറിന് കാരണമാകില്ലെന്ന് ഡോക്ടർമാർ വ്യക്തമാക്കുന്നു. എലികളിൽ ക്യാൻസറുമായി ബന്ധിപ്പിച്ച പഠനങ്ങൾ നടന്നത് സാധാരണ ഭക്ഷണത്തിൽ കാണപ്പെടുന്ന മൈക്രോബിയൽ മരുന്നിനേക്കാൾ 100 ഇരട്ടി ഉയർന്ന ഡോസുകൾ ഉപയോഗിച്ചാണ്. അതിനാൽ നിസ്സാര അളവിലുള്ള നൈട്രോഫ്യൂറാൻ പോലുള്ള ആന്റി മൈക്രോബിയൽ മരുന്നിന്റെ ചെറിയ അളവിലുള്ള ഉപയോഗം ക്യാൻസർ ഉണ്ടാക്കുമെന്ന് കണക്കാക്കാനാവില്ല. രാജ്യത്തെ ഭക്ഷ്യസുരക്ഷാ ഏജൻസിയായ ഫസൈ പതിവായി മുട്ട സാമ്പിളുകൾ പരിശോധിക്കാറുണ്ട്. വളരെ അപൂർവമായി ചെറിയ നിയന്ത്രണങ്ങളില്ലാത്ത ഫാമുകളിൽ നിന്നുള്ള മുട്ടകളിൽ നേരിയ അംശങ്ങൾ കണ്ടെത്തിയാൽ പോലും അത് സുരക്ഷാ പരിധിക്ക് താഴെയായിരിക്കും. ഇന്ത്യയുടെ അനുവദനീയമായ പരിധി കിലോഗ്രാമിന് 1 മൈക്രോഗ്രാമാണ്. അതിനാൽ മുട്ടകൾ സുരക്ഷിതവും പോഷക സമൃദ്ധവുമാണ്. പ്രോട്ടീൻ, വിറ്റാമിൻ B12, കോളിൻ, ഒമേഗ 3 എന്നിവയുടെ മികച്ച സ്രോതസ്സാണ് മുട്ട. മുട്ട ഒഴിവാക്കുന്നത് ഒരു പ്രതിരോധ നടപടിയായി ഒരു സർക്കാർ ഏജൻസിയോ ശാസ്ത്രീയ സ്ഥാപനമോ നിർദ്ദേശിച്ചിട്ടില്ല. ക്യാൻസർ ചികിത്സയിലുള്ള രോഗികൾക്ക് പോലും എളുപ്പത്തിൽ ദഹിക്കുന്ന പ്രോട്ടീൻ ലഭിക്കുവാൻ മുട്ടകൾ പ്രയോജനകരമാണ്. അതേസമയം ഉപഭോക്താക്കൾ സർട്ടിഫൈഡ് ഫാമുകളിൽ നിന്നോ ഫസൈ മാനദണ്ഡങ്ങൾ പാലിക്കുന്ന പ്രശസ്തമായ ബ്രാൻഡുകളിൽ നിന്നോ മാത്രം മുട്ടകൾ വാങ്ങുക. അതോടൊപ്പം മുട്ടകൾ നന്നായി പാകം ചെയ്ത് കഴിക്കുവാൻ ശ്രദ്ധിക്കുക. ചൂട് മിക്ക മാലിന്യങ്ങളെയും നശിപ്പിക്കുവാൻ സഹായിക്കും. എന്നാൽ മുട്ട കഴുകുന്നത് വഴി ആന്റിബയോട്ടിക് അംശങ്ങൾ നീക്കം ചെയ്യുവാൻ കഴിയില്ല. കാരണം ഈ അവശിഷ്ടങ്ങൾ മുട്ടയുടെ അകത്താണ്. മുട്ടയിലെ ആന്റിബയോട്ടിക് അംശം ക്യാൻസർ ഉണ്ടാക്കുമെന്ന ആശങ്കയ്ക്ക് നിലവിൽ ശാസ്ത്രീയമായ തെളിവുകളില്ല. നിയന്ത്രണങ്ങളും പരിശോധനകളും ശക്തമാക്കുകയാണ് ഈ വിഷയത്തിൽ പ്രധാനം.